So now the two algorithms that are used in quicksort method. First is a general one where we are going to store the indices of the sublists onto the stack. The sublists are the lists that we get in the reduction steps. So what is a reduction step? Reduction step is when we get the pivot element in the right position, there will be two sublists. One list will be before the pivot element and another one will be after the pivot element. So we have to store the indices of these sublists or the sub-arrays onto the stack for the later use. So to keep track of the list. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്വിക്ക് സോർട്ട്. സോ ക്വിക്ക് സോർട്ടിൻ്റെ അകത്ത് വി വിൽ കോൾ ദ ക്വിക്ക് മെത്തേഡ് വിച്ച് ഇസ് another algorithm which does the reduction step. ഓക്കെ, ഇതിനകത്ത് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് ക്വിക്ക് സോർട്ടിൽ വരുന്നത്. ക്വിക്കിൽ വരുന്നത് നമ്മൾ അതിനെ സോർട്ട് ചെയ്യുകയും റിഡക്ഷൻ സ്റ്റെപ്പ് കണ്ടുപിടിക്കുകയും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും നമ്മൾ സ്റ്റാക്കിലേക്ക് ഇടുക. സോ again you have this method here is first top is equal to null. If n the number is greater than 1, then ടോപ്പിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് രണ്ട് സ്റ്റാക്ക് ഉപയോഗിക്കും. വൺ ഇസ് ലോവർ ആൻഡ് അനദർ വൺ ഇസ് അപ്പർ. ലോവറിൻ്റെ അകത്ത് വി വിൽ കണ്ടെയ്ൻ ദ ബൗണ്ടറി വാല്യൂസിൻ്റെ അകത്ത് ലോവർ ബൗണ്ടറി ലോവറിൻ്റെ അകത്തും അപ്പർ ബൗണ്ടറീസ് അപ്പറിൻ്റെ അകത്തും വരും. ഇപ്പോൾ ഒറ്റ ലിസ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് ലോവർ വണ്ണിൻ്റെ അകത്ത് 1ഉം അപ്പർ വണ്ണിൻ്റെ അകത്ത് n-ഉം മാക്സിമം കിടക്കും. റിപ്പീറ്റ് സ്റ്റെപ്സ് 4 to 7 while top is not equal to null. ടോപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ലിസ്റ്റിനെ സോർട്ട് ചെയ്യണം. അപ്പോൾ അത് നള്ളാവണ വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പം നമുക്ക് 1ഉം n-ഉം കിടപ്പുണ്ട്. സോ യു ഹാവ് ടു സെറ്റ് ബിഗിനിങ് ഇസ് ഈക്വൽ ടു ലോവർ ഓഫ് ടോപ്പ്, എൻഡ് ഇസ് ഈക്വൽ ടു അപ്പർ ഓഫ് ടോപ്പ്. എന്നിട്ട് ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നള്ളാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യു കോൾ an algorithm called quick by passing the array, the total number, beginning and the end and the location. Now ഇത് നമുക്ക് അടുത്തതിൽ നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇഫ് ബിഗിനിങ് ലെസ് ദാൻ LOC നമുക്കൊരു റിട്ടേൺ കിട്ടും, ഇതിൻ്റെ ഒരു വാല്യൂ തിരിച്ചു കിട്ടും. ആ LOC -1 ചെറുതാണെങ്കിൽ രണ്ട് ലിസ്റ്റ്, അതായത് ഇഫ് യു ഹാവ് എ ലിസ്റ്റ് ലൈക്ക് ഒരു അരേ ഇങ്ങനെ കിട്ടി 1 2 3 4 5 6 and 7. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു, ലോവർ 1ൽ വരും, അപ്പറിൻ്റെ അകത്ത് 7ഉം വരും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്വിക്കിനെ വിളിച്ച ശേഷം സപ്പോസ് യു ഹാവ് ദ നമ്മൾ പറഞ്ഞ വാല്യൂ 90 ഇവിടെയും ഇതൊരു സബ് ലിസ്റ്റും ഇതൊരു വേറെ സബ് ലിസ്റ്റും ആണെങ്കിൽ ഇതാണ് LOC ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് വേണ്ട എന്താ, ഇതൊരു സബ് ലിസ്റ്റാണ് 1 to 4. അപ്പോൾ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, ഇഫ് ബിഗിനിങ് ലെസ് ദാൻ LOC -1, LOC ഈസ് 4, അപ്പോൾ LOC ഈസ് 5, അപ്പോൾ LOC -1 ഇസ് 4. അപ്പോൾ ബിഗിനിങ് ലെസ് ആണ്, ബിഗിനിങ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ, ടോപ്പിന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ലോവർ ഓഫ് ടോപ്പിൻ്റെ അകത്ത് ബിഗിനിങ് ഇടുക, അതായത് 1 ഇടുക. അപ്പർ ഓഫ് ടോപ്പിൻ്റെ അകത്ത് LOC -1 4 ഇടുക. സോ നമുക്കിങ്ങനെ രണ്ട് അറേ ഉണ്ടാവും. യു ഹാവ് 2 arrays like this. This is lower and this is upper. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കിടന്നിരുന്നത് എന്താ, 1ഉം 7ഉം ആയിരുന്നു. ഈ 1ഉം 7ഉം ഇതിനെ പോപ്പ് ചെയ്ത ശേഷം ഇത് സോർട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. 90നെ ഈ സ്ഥാനത്ത് കിട്ടും. 90 വിൽ ബി ഹിയർ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന എന്താ, 1ഉം 4ഉം വരും. ഓക്കെ, 1ഉം 4ഉം വന്നു. എൻഡ് ഇഫ് ഇനി എന്താ ചെയ്ത, LOC +1 ലെസ് ദാൻ എൻഡ് എന്തായിരുന്നു 7. LOC +1 എന്ന് പറയുന്നത് എന്താ, 6. ദാറ്റ് ഈസ് LOC ഈസ് 5 +1 is 6. 6 is less than 7. അങ്ങനെയാണെങ്കിൽ രണ്ട് എലമെൻ്റ് ഉണ്ടെന്ന്, കുറച്ച് എലമെൻ്റ് ഉണ്ടെന്ന് അർത്ഥം, രണ്ടിൽ കൂടുതൽ എലമെൻ്റ് ഉണ്ടെന്ന് അർത്ഥം, 2 or more elements. അപ്പോൾ ടോപ്പിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുക. ടോപ്പ് ഇപ്പോൾ എന്തായി, ഇവിടേക്കായി. ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷനിൽ ഈ 1ഉം 7ഉം വരും കേട്ടോ. ടോപ്പിൻ്റെ അകത്ത് ടോപ്പ് +1ൽ എന്തിടും, ലോവർ ഓഫ് ടോപ്പിൻ്റെ അകത്ത് LOC +1 ദാറ്റ് ഇസ് 6 ഇടും, ആൻഡ് അപ്പർ ഓഫ് ടോപ്പിൻ്റെ അകത്ത് എൻഡ് ഇടും, ദാറ്റ് ഇസ് 7. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം രണ്ട് സബ് ലിസ്റ്റ് വന്നു, ഒന്ന് 1 4ഉം ഒന്ന് 6 7ഉം. ഇനി നമ്മൾ ചെയ്യുമ്പോൾ എന്താ, ഇതിനെ പോപ്പ് ചെയ്യുക, 6 7നെ പോപ്പ് ചെയ്യുക, അതിനെ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് എലമെൻറ്റ് കിട്ടും. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുക, ഇതിൻ്റെ അകത്ത് സ്റ്റാക്കിൻ്റെ അകത്ത് ഇടേണ്ട കാര്യമില്ല. പിന്നെ ഇതിനെ പോപ്പ് ചെയ്യുക, അതായത് ഇതുവരെയുള്ളതിനെ സോർട്ട് ചെയ്യുക. സബ് ലിസ്റ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്യുക. ദിസ് ഇസ് ഹൗ യു ഡു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇപ്പം എന്താ വന്നത്, ആദ്യം തന്നെ നമുക്ക് ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞ എലമെൻറ്റ് ടോപ്പ് ഇസ് ഈക്വൽ ടു നള്ളാണ്. ഇപ്പോൾ നമ്മുടെ അരയിൽ 7 എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോവർ ഓഫ് 1ലേക്ക് 1 ഇടുകയും അപ്പർ ഓഫ് 1ലേക്ക് 7 ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 4 to 7
നമ്മൾ ചെയ്യണം till top is equal to not equal to null. എന്ത് ചെയ്യണം? beginning is equal to lower of top. beginning എന്തായിരുന്നു? ആദ്യം വന്നത് 1ഉം 7ഉം ആയിരുന്നു. അപ്പോൾ beginning is equal to 1ഉം end is equal to 7. ടോപ്പിനെ ഡിക്രിമെൻറ്റ് ചെയ്തു, അപ്പോൾ നള്ളായി. ഇനി നമ്മൾ ക്വിക്ക് നൽകുക അൽഗോരിതം വിളിക്കും, അത് കാണിക്കാം. അതിനുശേഷം അതിന് റിട്ടേണും കിട്ടും. റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വിക്കിനെ വിളിച്ച് ഇങ്ങനെയായിരിക്കും കിട്ടുക. 19നെ കറക്റ്റ് പൊസിഷനിലാക്കി ഇതിന് ശേഷം 2 ലിസ്റ്റ്. അപ്പോൾ ബിഗിനിങ് ഇസ് ഈക്വൽ ടു LOC -1. LOC ഈസ് 5, -1 ഇസ് 4. അപ്പം അത് ലെസ്സാണ്. അങ്ങനെയാണെങ്കിൽ ടോപ്പിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. അതായത് ടോപ്പിനെ വീണ്ടും ടോപ്പ് വിൽ ബി നള്ളിനെ 1 ആക്കി, നള്ള് 1 ആയി. അതിൻ്റെ അകത്തേക്ക് എന്താ ചെയ്യുന്നത്? ലോവർ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു ബിഗിനിങ്, ദാറ്റ് ഇസ് 1, ആൻഡ് അപ്പർ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു ലോവർ -1, ദാറ്റ് ഇസ് 4. ഓക്കെ, ഇനി LOC +1, ദാറ്റ് ഇസ് 6. 5 + 1 6. 6 ലെസ് ദാൻ എൻഡ് ആണോ? എൻഡ് 7. യെസ്. അങ്ങനെയാണെങ്കിൽ ടോപ്പിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ലോവർ ഓഫ് ടോപ്പിൻ്റെ അകത്തേക്ക് 6 ഇടുക, അപ്പർ ഓഫ് ടോപ്പിൻ്റെ അകത്തേക്ക് എൻഡ് ഇടുക. അപ്പോൾ 2 സബ് ലിസ്റ്റ് ആയിരുന്നു. ഇതൊരു സബ് ലിസ്റ്റ്, ഇത് അടുത്ത സബ് ലിസ്റ്റ്. അപ്പോൾ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞ അൽഗോരിതം. ഇനി ക്വിക്ക് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദിസ് ഇസ് ദ നെക്സ്റ്റ് അൽഗോരിതം ദാറ്റ് യു ഹാവ്. ഓക്കെ, നെക്സ്റ്റ് അൽഗോരിതം ദാറ്റ് യു ഹാവ്. ഇവിടെ ക്വിക്ക് ഇസ് you have your quick like this. Quick in the A of n, quick of array A, n beginning end LOC. അപ്പം set left is equal to BEG, right is equal to end, LOC is equal to BEG. അത് ഫസ്റ്റ് എലമെൻറ്റിന് നമ്മൾ LOC ആക്കി വയ്ക്കുക. റിപ്പീറ്റ് while A of LOC, അതായത് ഫസ്റ്റ് എലമെൻറ്റ് A of 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A of right and LOC not equal to right. അതായത് ഫസ്റ്റ് എലിമെൻറ്റ് കമ്പയർഡ് വിത്ത് ദ റൈറ്റ് മോസ്റ്റ് എലിമെൻറ്റ്. നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ സ്കാൻ ചെയ്യുക. യു കണ്ടിന്യൂ how do you do? You continue when you find the first element which is less than A of LOC. ഫസ്റ്റ് എലിമെൻറ്റിനേക്കാളും ഫസ്റ്റ് എലിമെൻറ്റ് ലെസ് ആവുന്നവരെ. അപ്പം അതായത് അവിടെ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, റൈറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റൈറ്റിനെ ഡിക്രിമെൻറ്റ് ചെയ്യുക. ഇത് ഈക്വൽ ടു റൈറ്റ് ആണെങ്കിൽ, LOC ഈക്വൽ ടു റൈറ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർചേഞ്ച് എപ്പോഴാണ് വരുന്നത്? A of LOC ഈസ് ഗ്രേറ്റർ ദാൻ A of റൈറ്റ്. അതായത് റൈറ്റിൽ ലെസ് ആണെങ്കിൽ what are you going to do? Interchange. Temp is equal to A of LOC, A of LOC is equal to A of right, and A of right is equal to temp. That is interchanging, swapping നടത്തുന്ന പരിപാടി. Now LOC is equal to right കൊടുക്കുക. Go to step 3. Step 3ൽ വീണ്ടും what you have to do? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് ചെയ്യണം. So that is repeat while A of left less than A of LOC and left is not equal to LOC. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? If LOC is equal to ലെഫ്റ്റ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യുക. ഇല്ലെങ്കിൽ തേർഡ് വൺ ഇസ് ഇഫ് A of left greater than A of LOC, you would stop when you find the first element. ഇവിടെ ഗ്രേറ്ററും ആണെങ്കിൽ നമ്മൾ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ദാറ്റ് ഇസ് temp is equal to A of LOC, A of LOC is equal to A of left, and A of left is equal to temp, LOC is equal to left. Go to step 2. അത് നമുക്കൊന്ന് നോക്കാം. ഇനി എങ്ങനെ ചെയ്ത ഫസ്റ്റ് അൽഗോരിതം നോക്കാം. ഇത് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഒരു അൽഗോരിതം ഉണ്ടെങ്കിൽ 1 2 3 4 5 6 7 എലിമെൻറ്റ്സ്. ഇതൊരു അറേ ആണ്. ദിസ് ഇസ് ദി അറേ ദാറ്റ് യു ഹാവ്. ഓക്കെ, അറേ ആണ്. അപ്പോൾ എന്തായിരുന്നു, നമുക്ക് ഇതൊക്കെ കിട്ടി. ഇപ്പോൾ സ്റ്റാക്ക് ലോവറിൻ്റെ അകത്ത് എന്താ കിടക്കുന്നത്? ലോവർ you will have 1 and upper you will have 7. ഇതിനെ പോപ്പ് ചെയ്തു. ഈ ഭാഗം വരുമ്പോൾ ഇതിനെ പോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നു. സോ അതിൻ്റെ അടുത്ത് പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബിഗിനിങ് ഇസ് ഈക്വൽ ടു BEG is equal to 1, end is equal to 7, and then call this one. അപ്പോൾ ഈ അൽഗോരിതത്തിനെ വിളിച്ചു. You are going to call this
അൽഗോരിതം. ക്വിക്ക് എന്ന് പറഞ്ഞ അൽഗോരിതത്തിനെ വിളിച്ചു. ഇനി എന്താ ചെയ്യുന്നത്? സെറ്റ് ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു BEG. ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു BEG. ഇവിടെ I'll just cut this. I started off with this one. Left is equal to BEG. BEG എന്താ? 1. And right is equal to end. Right is equal to end. And LOC is equal to BEG. LOG is equal to BEG. ഇനി എന്താ ചെയ്യേണ്ടത്? Repeat while A of LOC less than or equal to A of right. A of LOC. LOC is 1. A of LOC എന്ന് പറയുമ്പോൾ ഇതാ 90. It is less than A of right. ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സ്കാൻ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, ഫൈൻഡ് ഫസ്റ്റ് എലമെൻറ്റ് വിച്ച് ഇസ് ഗ്രേറ്റർ, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ലെസ് ആണെങ്കിൽ, ഇതിനേക്കാളും ലെസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെയല്ലല്ലോ വന്നിരിക്കുന്നത്. ലെസ് അല്ല. LOC ഈക്വൽ ടു റൈറ്റ് ആണോ? LOC എന്തായിരുന്നു? 1. റൈറ്റ് എന്താ? എൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 7. അങ്ങനെയല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് ഇഫ് A of LOC ഗ്രേറ്റർ ദാൻ A of റൈറ്റ്, A of LOC ഗ്രേറ്റർ ദാൻ A of റൈറ്റ്, യെസ്, അങ്ങനെയാണെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ ടെംപ് ഇസ് ഈക്വൽ, ടെംപിൻ്റെ അകത്ത് എന്ത് ഇട്ടു? ടെംപിൻ്റെ അകത്ത് ഇതിട്ടു. A of LOCയുടെ അകത്ത് 66 ഇട്ടു. ആൻഡ് A of റൈറ്റിൻ്റെ അകത്തേക്ക്, A of റൈറ്റ് മീൻസ് 7, റൈറ്റിൻ്റെ അകത്തേക്ക് ടെംപ് ഇട്ടു. സോ യു വിൽ ഇൻ്റർചേഞ്ച്. അതാണ് ഈ കിട്ടുന്നത്, ഞാൻ വെട്ടിയത്. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ഹിയർ 66, 77, 60, 99, 55, 88 ആൻഡ് 90 ഇങ്ങനെ കിട്ടും. പിവോട്ട് എലിമെൻറ്റ് ഇവിടെ വന്നു. അരേ ഞാൻ വരയ്ക്കുന്നില്ല, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്ത് ഗോ ടു, ഇനി എന്താ LOC ഈസ് ഈക്വൽ ടു റൈറ്റ്. LOC നേരത്തെ എത്രയായിരുന്നു? 1 ആയിരുന്നു. റൈറ്റ് ഇപ്പോൾ എന്താണ്? റൈറ്റ് 7. അപ്പോൾ LOC വെട്ടി ഇവിടെ 7 ആയി. ഓക്കെ, LOC ഈസ് ഈക്വൽ ടു 7. കാര്യം എന്താണ്? നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇനി കമ്പയർ ചെയ്യേണ്ടത്. ഗോ ടു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ എന്താ? റിപ്പീറ്റ് വൈൽ A of ലെഫ്റ്റ് less than A of LOC and left is not equal to LOC. A of left is this one. Left is 1. A of left less than or equal to A of LOC. Less than or equal to ആണോ? Yes. And left is not equal to LOC. Left is not equal to LOC. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് ഇപ്പോൾ എന്തായി? 2 ആയി. അഗെയിൻ കണ്ടിന്യൂ. ഇത് ലെസ് ആണോ? യെസ്. ഇതും ഈക്വലും അല്ല. ലെഫ്റ്റ് ഇസ് നോട്ട് ഈക്വൽ ടു LOC. ഓക്കെ, 2ഉം 7ഉം വ്യത്യാസമുണ്ട്. അഗെയിൻ അപ്പോൾ ലെഫ്റ്റിന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇനി 60 ആയി. ഓക്കെ, ലെസ് ആണോ? യെസ്. സോ യു ഗോ ടു 4. ഇനിയും ഇൻക്രിമെൻറ്റ് ചെയ്യുക. 4ലായി. 4ലായപ്പോൾ ഇത് ലെസ് ആണോ? അല്ല. അപ്പോൾ ഗോ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. LOC ഈക്വൽ ടു ലെഫ്റ്റ് ആണോ? അല്ല. LOC is 7, left is 4. അല്ല. If A of left greater than LOC, yes. A of left എന്ന് പറഞ്ഞാൽ 4 ആണ്. Greater than A of LOC. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് 66, 77, 60, 90, 55, 88 ആൻഡ് 99. ഓക്കെ, ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? LOC ഈക്വൽ ടു ലെഫ്റ്റ്. LOCനെ ലെഫ്റ്റ് ആക്കുക. ലെഫ്റ്റ് ഇപ്പം എന്തായിരുന്നു? 4 ആയിരുന്നു. അപ്പോൾ LOC ഇനിയിപ്പം 4 ആയി. ഓക്കെ, ഗോ ടു സ്റ്റെപ്പ് 2. അപ്പോൾ സ്റ്റെപ്പ് 2 വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 2ലേക്ക് വരുന്നു. സ്റ്റെപ്പ് 2ൽ എന്താണ്? റിപ്പീറ്റ് വൈൽ A of LOC. A of LOC എന്താ? ഇപ്പോൾ 4 ആണ്. A of LOC എന്ന് പറയുമ്പോൾ 90 ലെസ് ദാൻ A of റൈറ്റ് ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ റൈറ്റിനെ ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റ് എന്തായി? 88 ആയി. റൈറ്റ് വിൽ ബിക്കം ഡിക്രിമെൻറ്റ് ചെയ്ത് റൈറ്റ് ഇസ് ഗോയിങ് ടു ബിക്കം 6. ഓക്കെ, ഇനി വീണ്ടും A of LOC ലെസ് ദാൻ, നോ ഡിഡ് ഐ ഡു സംതിങ് റൈറ്റ്? ഇങ്ങോട്ടെത്തി. 66 ചെക്ക് ചെയ്തു. A of LOC ലെസ് ദാൻ A of റൈറ്റ്. A of LOC എന്ന് പറയുന്നത് 4, ലെസ് ദാൻ A of 6. ലെസ് ആണോ? അല്ല. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? LOC ഈക്വൽ ടു റൈറ്റ് ആണോ? LOC ഈസ്, where is LOC? LOC is 4 and right is equal to 6. Right is equal to 6. I hope you can see this.
in between I left this. LOC equal to 4 and right equal to 6. അങ്ങനെ വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ അല്ലാതെ വരുമ്പോൾ A of LOC greater than A of right. A of LOC greater than A of right. Right എന്ന് പറയുമ്പോൾ 6 ആണ്, ഇതിനേക്കാളും വലുതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇൻറ്റർചേഞ്ച് ചെയ്യണം. സോ യു വിൽ ഹാവ് 66, 77, 60, 88, 55, 90, 99. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? അതിന് ഗ്രേറ്റർ ചേഞ്ച് ചെയ്ത ശേഷം LOC ഈക്വൽ ടു റൈറ്റ് വരിക. സോ LOC ഈക്വൽ ടു റൈറ്റ്. റൈറ്റ് എന്തായിരുന്നു? 6. LOC ഇപ്പോൾ 6 ആയി. അതായത് ഇതാണ് LOC. 1, 2, 3, 4, 5, 6. ഇനി സ്റ്റെപ്പ് 3ലേക്ക് പോവുക. 3ലേക്ക് പോകുമ്പോൾ A of left. A of left എന്ന് പറയുന്നത് 4ലാണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് 88. A of left എന്താണ് ചെയ്യുന്നത്? A of left ലെസ് ദാൻ ഓർ ഈക്വൽ ടു A of LOC. A of LOC is 6ൻ്റെ, അപ്പം 90. അതെന്താണ്? ലെസ് ആണോ? യെസ്, ഇറ്റ് ഈസ് ലെസ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിന് ഇൻക്രിമെൻ്റ് ചെയ്യുക. അതും ലെസ്സാണ്, 55 ലെസ് ദാൻ 90. പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പം ഇനി ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ എന്തായി? LOC ഇതായി. സോ ഇറ്റ് വിൽ ബിക്കം ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു, ഇത് ലെഫ്റ്റിന് ഇൻക്രിമെൻ്റ് ചെയ്ത് 6 ആയി. അതായത് 6 ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു LOC ആയിരിക്കണം. ഇവിടെ ഈക്വൽ ടു ആയി. സോ ഇറ്റ് വിൽ കം ഔട്ട് ഓഫ് ദ ലൂപ്പ്. LOC ഈക്വൽ ടു ലെഫ്റ്റ് ആകുമ്പോൾ ഇറ്റ് വിൽ റിട്ടേൺ. സോ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം 90 ഈസ് ഇൻ ദ കറക്റ്റ് പൊസിഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിയുമ്പം യു വിൽ കം ബാക്ക് ടു ദ ഫസ്റ്റ് അൽഗോരിതം. ആ ഫസ്റ്റ് അൽഗോരിതത്തിൽ വരുമ്പോൾ എന്താണ് വരുന്നത്? ഇങ്ങനെയാണ് ലിസ്റ്റ് വരിക. അപ്പോൾ ഇവിടെ വന്നു. എവിടെയാണത്? ക്വിക്കിനെ വിളിച്ചു, ഇവിടെ എത്തി. നൗ ബിഗിനിങ് ഇസ് ഈക്വൽ ടു ലെസ് ദാൻ LOC മൈനസ് 1. വേർ ഇസ് LOC? LOC ഈസ് 6. അതായത് നമുക്ക് ഇതാണ് കിട്ടുന്നത്. LOC ഈസ് 6. അപ്പോൾ നമുക്ക് വേണ്ട ഫസ്റ്റ് സബ് ലിസ്റ്റ് ഇതായിരിക്കണം, 1 to 5. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? LOC മൈനസ് 1 ബിഗിനിങ്ങിനേക്കാളും വലുതാണ്. അപ്പോൾ എന്തായിരിക്കും? ടോപ്പിനെ ഇൻക്രിമെൻ്റ് ചെയ്ത്. സോ യു വിൽ ഹാവ് ലോവറിൻ്റെ അകത്ത് എന്ത് വരും? ഇത് ക്യാൻസലായി. ലോവറിൻ്റെ അകത്ത് വീണ്ടും 1 ഇട്ടു, ഇതിൻ്റെ അകത്ത് 5 ഇട്ടു. അതായത് യു വിൽ ഹാവ് യുവർ ലോവർ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു ബിഗ് ആൻഡ് അപ്പർ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു LOC മൈനസ് 1. LOC 6 ആയിരുന്നു, ഇപ്പോൾ 5 വന്നു. ഇനി അടുത്ത എന്താ? യു ഹാവ് എൻ അതർ ലിസ്റ്റ് ഹിയർ. പക്ഷെ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ LOC പ്ലസ് 1, ദാറ്റ് ഇസ് 6 പ്ലസ് 1. നമുക്കിവിടെ എന്താ? 6 പ്ലസ് 1 7. ഇസ് ഇറ്റ് ലെസ് ദാൻ 7? നോ, ഇറ്റ് ഇസ് നോട്ട്. അതിൻ്റെ അർത്ഥം എന്താ? 2 എലിമെൻറ്റ്സ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് വിടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു ലിസ്റ്റായി. വീണ്ടും ഇതിനെ പോപ്പ് ചെയ്യുക. യു ഡു ദ പ്രോസസ്. സോ ദിസ് ഈസ് എ ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. ഐ ഫീൽ യു ഷുഡ് ഡു ദിസ് വിത്ത് ദ ഹോൾ ലിസ്റ്റ്. അപ്പോൾ ഈ 2 അൽഗോരിതം കിട്ടി. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട് യു ഹാവ് ടു റൈറ്റ് എ പ്രോഗ്രാം ഇൻ C to implement the quicksort method where you will use both these algorithm in a single C program. Quicksort എന്ന് പറഞ്ഞ അൽഗോരിതവും വിളിക്കും, ക്വിക്ക് എന്ന് പറഞ്ഞ അൽഗോരിതവും വിളിച്ചിട്ട് you have to sort this thing. So next week, after looking into this video of quicksort, example videoയും algorithm കണ്ട ശേഷം you have to implement it using C programming.